അപ്പോൾ അത് നോക്കാതെയാണ്. അതുപോലെ ജയസ് വർമ്മ പഴയ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജയസ് വർമ്മയുടെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു നിർഭയ കേസ് നടന്നതിന് ശേഷം ഡൽഹിയിൽ. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലും പറയുന്നത് റേപ്പ് എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷൻ ഓഫ് പാഷൻ മാത്രമല്ല, ചിലപ്പോൾ അത് ഒരു ടൂളായിട്ട്, അതായത് ഒരു അധീശത്വം സ്ഥാപിക്കാനായിട്ട്, ഒരു ഇത് കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു പൊളിറ്റിക്കൽ ടൂളൊക്കെ പോലെ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ആ റേപ്പിനെ ആ രീതിയിൽ വേണം നോക്കിക്കാണാൻ. ഇങ്ങനെയുള്ള കേസുകളിൽ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് വധശിക്ഷയല്ല, പക്ഷേ ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞാൽ അത് ജീവിതകാലം മുഴുവനുള്ള ശിക്ഷ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ റെമിഷൻ പോളിസി വളരെ സ്ട്രോങ് ആണ്. അതിൽ ഇങ്ങനെയുള്ള കുറെ കാറ്റഗറീസ് ഉണ്ട്. വളരെ ഹീനമായിട്ടുള്ള കൃത്യങ്ങൾ, നേരത്തെ അതൊക്കെ പറഞ്ഞിരുന്നു, അതുപോലുള്ള കൃത്യങ്ങളിലൊന്നും എളുപ്പത്തിൽ റിലീസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. അതുകൊണ്ടാണ് ആ ഗവൺമെന്റിനെ കക്ഷി ചേർക്കാതെ ഇയാൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഓർഡർ നേടിയെടുത്തത്. അതുകൊണ്ട് ഇന്നത്തെ ഉത്തരവ് തീർച്ചയായിട്ടും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കോടതിയിൽ വീണ്ടും വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന ഒരു വിധിയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അഭിഭാഷകൻ എന്ന നിലയിൽ അഭിമാനമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും നീതിന്യായ വ്യവസ്ഥയിലൂടെ വൈകിട്ടാണെങ്കിലും എല്ലാവർക്കും നീതി കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ട്. ബിൽക്കിസ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വിധി സ്വാഗതം ചെയ്തത്. അവര് ഇപ്പോഴും ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ്. കോടതി ഓർഡർ ഇട്ടിട്ട് പോലും ഒരു ജോലിക്ക് ജോയിൻ ചെയ്യാനൊന്നുള്ള അവസ്ഥയിലല്ല. സാധാരണക്കാരല്ല, പരിചയമില്ലാത്ത ആളുകളെ കാണുമ്പോൾ പേടിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതെല്ലാം കണക്കിലെടുത്തിട്ടാണ് അവരെ ഇതുപോലെ ഉപദ്രവിച്ച ആളുകളെ അവരുടെ മധ്യത്തിലേക്ക് തന്നെ, ആ ജനങ്ങളുടെ ഇടയിലേക്ക് തന്നെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിനുണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്നൊക്കെ കണക്കിലെടുത്തിട്ടാണ് സുപ്രീം കോടതി ഇന്നത്തെ ഉത്തരവിട്ടിരിക്കുന്നത്. ഇത് ഭാവിയിലേക്ക് ഇങ്ങനെയുള്ള കേസുകളിൽ ഒരു പാഠമാകുമെന്നും ഒരു ദിശാബോധം നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.